നമസ്കാരം. കോഴിക്കോട് ലോ കോളേജിലെ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയും തൃശൂർ പാവറട്ടി സ്വദേശിയുമായ മൗസ മെഹ്റീസ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന ആൺ സുഹൃത്ത് അൽഫാൻ അറസ്റ്റിൽ. വൈത്തിരിയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച ഇയാൾ വിവാഹിതനാണെന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ലോ കോളേജിന് സമീപത്തെ ഒരു കടയിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്ന സമയത്താണ് മൗസ കോവൂർ സ്വദേശിയായ അൽഫാനെ പരിചയപ്പെടുന്നത്. ഇയാളുമായി പരിചയത്തിലായതോടെ മൗസ ജോലി ഉപേക്ഷിച്ചു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതും യുവാവ് വിലക്കിയിരുന്നു. മൗസ മരിച്ചതിന്റെ തലേദിവസം ഇയാൾ മൗസയുടെ വീട്ടിൽ വിളിക്കുകയും വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നും അറിയിക്കുകയുമായിരുന്നു. വീട്ടിൽ വിളിച്ചതിന്റെ ഫോൺ റെക്കോർഡ് ഇയാൾ തന്നെ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇതിനുശേഷം പെൺകുട്ടിയുമായി തർക്കത്തിലായതോടെ താമസ സ്ഥലത്തെത്തി ഫോൺ കൈവശപ്പെടുത്തി ഒളിവിൽ പോവുകയായിരുന്നു. ഫെബ്രുവരി 24-നാണ് തൃശൂർ സ്വദേശിനിയായ മൗസ മെഹ്റീസിനെ കോവൂരിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മറ്റ് പരിക്കുകളില്ലാത്തതിനാൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെ അൽഫാൻ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾക്കെതിരെ തെളിവുകൾ കിട്ടിയിരുന്നില്ല. എന്നാൽ ഒളിവിൽ പോയതോടെ അൽഫാന് വേണ്ടി വ്യാപക തെരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. മരിച്ച മൗസ മെഹ്റീസിന്റെ ഫോൺ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അൽഫാനിൽ നിന്ന് കിട്ടുമോ എന്നാണ് പോലീസ് നോക്കുന്നത്. മൗസയുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. മരണശേഷം മൗസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 15-നാണ് അവസാനമായി മൗസ തൃശ്ശൂരിലെ വീട്ടിലെത്തിയത്. 17-ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മാർച്ച് 13-ന് മുൻപായി സ്റ്റഡി ലീവിന്റെ ഭാഗമായി തിരികെ എത്തുമെന്നും മൗസ വീട്ടുകാരോട് പറഞ്ഞിരുന്നു.